വചനസാരം വചനസാരം. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, സ്നാപക യോഹന്നാൻ ക്രിസ്തുവിന് വഴിയൊരുക്കിയതുപോലെ തനിക്ക് മുന്നേ താൻ പോകാനിരിക്കുന്ന നഗരങ്ങളിലെല്ലാം വിശ്വാസത്തിൻ്റെ വിത്ത് മുളപ്പിച്ച് വഴിയൊരുക്കുവാൻ തൻ്റെ 72 അനുയായികളെ പറഞ്ഞയക്കുന്ന രംഗമാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ നാം ഇന്ന് കാണുന്നത്. നല്ല ഫലം ലഭിക്കുന്ന തോട്ടത്തിൽ ഫലം ശേഖരിക്കാൻ വ്യക്തികളില്ലെങ്കിൽ ആ ഫലം നിലത്ത് വീണ് ആർക്കും വേണ്ടാതെ നശിച്ചു പോകും. സുവിശേഷത്തിലും ക്രിസ്തു പറയുന്നത് അതുതന്നെയാണ്. വിശ്വാസം സ്വീകരിക്കുവാൻ ഒത്തിരി പേർ സന്നദ്ധരാണ്. എന്നാൽ വിശ്വാസം പാകുവാൻ, ക്രിസ്തീയ വേല ചെയ്യുവാൻ വളരെ ചുരുക്കം പേർ മാത്രമേ മുന്നോട്ട് വരുന്നുള്ളൂ. ഈ സാഹചര്യത്തിലാണ് ക്രിസ്തു വീണ്ടും 72 പേരെ അയക്കുന്നത്. പക്ഷേ ഒരേ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ: എല്ലാ ഭൂമിയും വിളഭൂമിയല്ല. അതിനാൽ വിവേകത്തോടു കൂടി അവയെല്ലാം വിവേചിച്ചറിയുവിനെന്ന്. ഒരു തരത്തിൽ പറഞ്ഞാൽ, ക്രിസ്തു ആരെന്ന് പോലും അറിയാത്ത ആളുകൾക്കിടയിൽ ക്രിസ്തുവിനെപ്പറ്റി പ്രഘോഷിച്ചാൽ സ്വാഭാവികമായും മോശമായിട്ട് പെരുമാറിയേക്കാം. ഇത് തിരിച്ചറിഞ്ഞിട്ടാണ് ക്രിസ്തു പറയുന്നത്, നിങ്ങൾ ചെന്നായ്ക്കളുടെ ഇടയിലെ കുഞ്ഞാടുകളെ പോലെ ആയിരിക്കുമെന്ന്. ചുരുക്കി പറഞ്ഞാൽ, ഒരു ക്രിസ്ത്യാനിയായ നമ്മുടെയെല്ലാം പ്രഥമ കർത്തവ്യമെന്തെന്നാൽ നമ്മൾ അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെ, അവൻ്റെ സ്നേഹത്തെ, കാരുണ്യത്തെ മറ്റുള്ളവരിലേക്കും പകർത്തു നൽകുക എന്നതാണ്. അത് ചിലപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യുവാൻ സാധിച്ചെന്ന് വരില്ല. കാരണം പരീക്ഷണത്തിൻ്റെ ഒരു വലിയ പേമാരി മതി നമ്മൾ കടപുഴകി പോകാൻ. അതുകൊണ്ടാണ് നമുക്ക് താങ്ങായും കരുത്തായും തിരുസഭ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഏത് വിപത്തിനെയും നേരിടാൻ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഈ കൂട്ടായ്മ മതി. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ക്രിസ്തു 2 പേരെ വീതം അയക്കുന്നത്. സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് ഒറ്റയ്ക്കാവാതെ കൂട്ടായ്മയോടെ ക്രിസ്തുവിനോട് ചേർന്ന് സ്വന്തം ജീവിതത്തിലൂടെ പ്രേക്ഷിത വേല ചെയ്യുവാൻ ദൈവമേ, എന്നെയും നിന്റെ ഉപകരണമാക്കി മാറ്റണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വചനസാരം വചനസാരം.